വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. നമ്മൾക്ക് നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വീട്ടിലുള്ളത്. ഈ പ്രതികരണങ്ങൾ അനിവാര്യമായതുകൊണ്ട് മാത്രം ഇവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഈ വീട്ടിനകത്തേക്ക് കയറുകയാണ്. ഐവിന്റെ അച്ഛനും അമ്മയുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എങ്ങോട്ടാണ് ശരിക്കും മോൻ പോയത്? അവിടെ വരാൻ കാരണം എന്താ? മോൻ ജോലിക്ക് പോയതാണ്. മോൻ ക്യാപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. കാസിനോടെ എയർ ഫ്ലൈറ്റ് സർവീസ് നെടുമ്പാശ്ശേരിയിൽ അവിടേക്ക് പോയതാണ്. അവന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇവിടുന്ന് ഒരു 9 കൂടിയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് രാത്രി 12:30 ആയപ്പോഴത്തേക്ക് എനിക്ക് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്ന്, അത് വണ്ടിയുടെ നമ്പർ ചോദിച്ചാണ് കോള് വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടി വഴി സൈഡിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ അവിടെ ക്യാബ്സിൽ അവന് കയറി കഴിഞ്ഞാൽ അവന് ഫോൺ നമ്പർ കിട്ടില്ല. അതുകൊണ്ട് അവരുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ ഞാൻ അവിടെ വിളിച്ചു. അവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം കട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തിരിച്ചു. മോൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല, എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞ് ഞങ്ങൾ പട്രോളിങ്ങിന് പോയവർ കണ്ടതാണ്, ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഐവിനെ വിളിച്ചു. അപ്പം ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലല്ലോ. ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ സൈലന്റ് കിട്ടത്തില്ല നമുക്ക്. അപ്പം ഞാൻ അവനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1:15 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാബ്സിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് SI നെടുമ്പാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിലെ SI അവിടെ വന്നു. അവർ പറഞ്ഞ് ആരെങ്കിലും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന്, അപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ വൈഫിനോട് വിളിച്ചായിരുന്നു. എനിക്കെന്തോ ഒരു അപാകത തോന്നി. അപ്പം ഞാൻ തന്നെ അളിയനെ വിളിച്ച, അളിയനെ കിട്ടിയില്ല. അപ്പം ഞാൻ ജോലി ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള എന്നെ എല്ലാവരും അറിയുന്നവർക്ക് മനസ്സിലായത് എൻ്റെ മോനാണെന്നുള്ളത്. അവർക്കും സഹിക്കാൻ പറ്റിയില്ല. അമ്മയോട് എപ്പോഴാണ് പറഞ്ഞത്? എന്നെ 12 ആയപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു, ഇങ്ങനെ അവനെന്തോ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ആളി എന്നെ വിളിച്ചിട്ട് കിട്ടണില്ലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കാബ്സിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു, അവൻ എന്തോ വാക്കുതർക്കം ഉണ്ടായി, ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ലേറ്റ് ആവുകയാണെങ്കിൽ നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനപ്പം ജിജോനെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബാബുജി, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഒന്നും ഉണ്ടായി കാണില്ല എന്ന് പറഞ്ഞു. കാരണം ജിജോ തന്നെയാണ് പോണത്. എനിക്ക് പിന്നെ 12:45 ഇപ്പോൾ എങ്ങനെയാതാണ്ട എന്നെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ LF വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്ന് വെച്ചില്ല അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മോനാണ്, അവിടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മോനാന്ന് പറഞ്ഞു. ഇല്ല ഐവൻ ജിജോ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിജോ വിളിച്ചിട്ട് പറഞ്ഞു നീ ആരെങ്കിലും വിളിച്ചോണ്ട് ഓടിപ്പോരെ, സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പാലായിന്ന് പോരുകയോ ചെയ്തത്. എൻ്റെ കൊച്ചു പാവം എൻ്റെ മക്കളെ, കാരണം എൻ്റെ കൊച്ചു പുറത്തിറങ്ങി പഞ്ചപാവം. അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല. അന്ന് 10-24 വർഷം കാലാണോ കൈയാണോ വളർന്നതെന്ന് നോക്കി വെച്ചോണ്ടിരുന്നതാ. ഞങ്ങൾ കാറിനാ എൻ്റെ മോനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടുകൊണ്ടിരുന്ന, അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ. എന്നിട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു, അല്ലാതെ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടും പാവങ്ങളാ. ഒരു ഉപദ്രവവും അറിഞ്ഞോണ്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല. ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്ഥിതി. അതറിഞ്ഞിട്ട് ചിന്തിക്കണോരാ. ഈ നാട്ടിൽ പോലെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. അപ്പൊ എന്റെ മക്കളെ, ഇനി ഒരു മോളുണ്ട്, ഇനി എന്താ ചെയ്യണേന്നറിയില്ല. ഞാൻ പുറത്ത് പോയ ആളാ. ഇത്രയും നശിച്ച ഒരു നാടാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. മക്കളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നാട്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓരോ അമ്മയുടെയും ദുഃഖമാ. ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും? പുതിയ തലമുറ എങ്ങനെ ഇത് കൊലവിളിയാണെങ്കിൽ സത്യം ഞാൻ പറയുമോ, ഞാൻ ഇപ്പോഴും കുറ്റബോധം തന്നെ ഉണ്ട്. പുറത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയെങ്കിൽ എന്റെ കൊച്ചിപ്പോ ജീവനോടെ ഇവിടെ ഇരുന്നേനെ. ഒരിക്കലും എന്റെ കൊച്ചു മരിച്ചു പോവില്ലായിരുന്നു. അപ്പോഴും നാടാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ നിന്നതാ. എനിക്ക് ഏറ്റവും ദുഃഖമുള്ള കാര്യം, നമ്മളെ സംരക്ഷണം നൽകേണ്ട CSFന്റെ ആൾക്കാർ തന്നെയാണ് ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു സംഗതി ചെയ്തതെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. അത് മാത്രമാണ്. കാരണം വേറെ ആരെങ്കിലും കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചിട്ടോ ചെയ്തിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ഇവർക്ക് എന്തായാലും അതിനുള്ള ശിക്ഷ നമ്മുടെ ഗവൺമെന്റ് ഇത് മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അപ്പനൊരു
മിലിറ്ററിക്കാരനാ. 2-3 വാറിൽ പങ്കെടുത്തതാ. എന്നിട്ട് പോലും ഇപ്പോഴും എന്റെ അപ്പനോട് മിലിറ്ററി പോകാൻ പറഞ്ഞു. 77 വയസ്സുണ്ട് എന്റെ അപ്പന്. ഇപ്പോഴും എന്റെ അപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത്രയും രാജ്യസ്നേഹമുള്ള എന്റെ അപ്പനാ. എന്നിട്ട് എന്റെ മകനോട് ഇത് ചെയ്തു, എന്റെ അപ്പന്റെ കൊച്ചുമോനോട്. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. എന്റെ കൊച്ചിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവനെ കൊല്ലണ്ടായിരുന്നു. അവൻ വേറെ എന്ത് ചെയ്താലും ഞങ്ങൾ സഹിച്ചോളും, ഞങ്ങൾ ചോദിക്കാൻ പോലും പോവില്ലായിരുന്നു. പക്ഷെ കൊല്ലണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചു പോയി. സുജയ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഈ വീട്ടിൽ നിന്ന്? ഈ അച്ഛനും അമ്മയും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ നമുക്കാവുന്നില്ല. ഇതിന്റെ ഭരണ സംവിധാനം നൽകേണ്ട ഉത്തരമാണ് ഇതിന്. ഈ നാട്ടിൽ ഏറ്റവും ഒരു രാജ്യസ്നേഹമുള്ള ഒരു പട്ടാളക്കാരന്റെ കൊച്ചുമോനാണ്. CISF ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് താങ്ങാനാകില്ല എന്നുള്ള പ്രതികരണം വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. സുജയ പാർവതി.